ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതേ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണേ. അതായത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച കുറേ പ്രോഡക്റ്റുകൾ അത് ഉപയോഗിച്ച്, അതായത് ഏകദേശം ഒരു 10 മാസത്തോളമായിട്ട് ഡേ ടു ഡേ ലൈഫിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റുകളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഒരു മസാല കണ്ടെയ്നറാണ്. അതിൻ്റെ 7 ബോക്സുകൾ വരുന്നത്, അതായത് 7 കണ്ടെയ്നേഴ്സ് വരുന്ന ഒരു ടിന്നാണ് കേട്ടോ. അതിൻ്റെ ലിഡെന്ന് പറയുന്നത് മുകളിൽ ഗ്ലാസ് ആണ്. അപ്പം നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ പ്രോഡക്റ്റ്, എന്ത് പൊടികളാണ് അതിനകത്ത് ഇരിക്കുന്നതെന്നുള്ളത്. അപ്പം ഞാനിത് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി. അപ്പോൾ ഇത് ഇത്രയും യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു കണ്ടെയ്നർ ഉപയോഗിക്കുന്നത് കേട്ടോ. വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കണ്ടെയ്നേഴ്സാണ്. അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, തുരുമ്പിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഗ്യാരണ്ടിയാണ് കേട്ടോ. 100ൽ 100 മാർക്കാണ്. കണ്ണുടച്ച് നമുക്കിത് വാങ്ങിക്കാം കേട്ടോ. വളരെ വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ എമൗണ്ടൊക്കെ എത്രയാണെന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ 10 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം അതാണ്ട് അടുത്ത് നോക്കിക്കേ, സ്പൂണാണ് കേട്ടോ. ഇത് ബാമ്പു ആണ്, അതായത് നമ്മുടെ മുളയില്ലേ അത് വെച്ചുണ്ടാക്കിയിരിക്കുന്ന സ്പൂണാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ കാണിച്ച കണ്ടെയ്നർ ബോക്സ് ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് പൊടികളിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതും ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. ഇപ്പം ഈ പ്രോഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കഴുകിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പം കഴുകിയാലൊന്നും കുഴപ്പമൊന്നും വരുന്നില്ല. ഈ നമ്മുടെ മുളക് പൊടിക്കകത്തും മല്ലിപ്പൊടിക്കകത്തും മഞ്ഞൾപ്പൊടിക്കകത്തൊക്കെ കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും നല്ലൊരു പ്രോഡക്റ്റാണ്. അടുത്തത് ഇതാണ് ഈ ഒരു സ്പാച്ചുല സെറ്റാണ്. 7 എണ്ണമാണ് ഇതിനകത്ത് വരുന്നത്. ഇത് ഞാൻ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നതല്ല, ഒക്കേഷണലി, അതായത് എന്തെങ്കിലും ഫങ്ഷൻസൊക്കെ വരുമല്ലോ ആ ഒരു ടൈമിൽ മാത്രം ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. നല്ലൊരു എസ്തെറ്റിക് ലുക്ക് ഉണ്ടല്ലോ അല്ലേ, നല്ല തടിയുടെ തന്നെ നല്ലൊരു ഉൽപ്പന്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നില്ല. എന്തെങ്കിലും ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇടയ്ക്കൊരു സൗണ്ട് കേട്ടില്ലേ, നമ്മുടെ കുഞ്ഞിക്കിളി ഉറങ്ങിക്കിടക്കുമായിരുന്നു. അപ്പം ആൾ ഉണർന്നതാണ് കേട്ടോ. അവളെ ഉറക്കി കിടത്തിയ സമയം കൊണ്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം എന്തായാലും ഇതും നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. നല്ലൊരു സ്പാച്ചുല സെറ്റാണ്. നമുക്ക് ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതല്ല എന്തെങ്കിലും ഫങ്ഷൻസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. എന്നിട്ട് അടുത്ത് നോക്കിക്കേ, കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. ഒരു 6 എണ്ണത്തിൻ്റെ കണ്ടെയ്നർ സെറ്റാണ്. 6 എണ്ണം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഒരെണ്ണമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഇതിനകത്ത് ഓരോ പ്രോഡക്റ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ പയറ്, കടുക് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരെണ്ണം ഞാൻ കഴുകിയെടുത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതിപ്പോൾ നമുക്ക് ഫുള്ള് ഓപ്പൺ ചെയ്യാം. എൻ്റെ ഒരു ചെറിയ ഹോള് പോലെയുണ്ട് കേട്ടോ. അതും നമുക്ക് അടയ്ക്കാവുന്നതാണ്. അതിനകത്ത് നമുക്ക് ആവശ്യത്തിന് സാധനങ്ങൾ എടുക്കാം. ഇത് കണ്ടില്ലേ, ബാക്കി 3 എണ്ണമാണ് ഇതിപ്പം. ബാക്കിയെല്ലാം ഓരോന്നിരിക്കുകയാണ്. ഇതിപ്പം തൂരപ്പരിപ്പും ഉഴുന്നും പയറും ഒക്കെ ഞാൻ ഇട്ട് വെക്കുന്നത് ഈ ഒരു ഇതിനകത്താണ് കേട്ടോ. അപ്പം നല്ല പ്ലാസ്റ്റിക്കാണ്, അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവുകയോ ചിത്തിയാവുന്നതൊന്നുമല്ല. കണ്ണുടച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കണ്ടെയ്നർ സെറ്റാണ്. എയർ ടൈറ്റാണ്. ഒരു 750 ml കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഡെയിലി യൂസിന് പറ്റിയ ഒരു കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. അടുത്ത് നോക്കിക്കേ, ഇതൊരു വുഡൻ ട്രേ ആണ് കേട്ടോ. ഞാനിത് കിച്ചണിൽ നമ്മുടെ ഓയിൽ ബോട്ടിൽസൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഡൈനിങ് ടേബിളിൽ ഡെക്കറേറ്റീവായിട്ടൊക്കെ വെക്കാം കേട്ടോ. അത് നമ്മുടെ ഒരു പൂച്ചെടിയൊക്കെ വെച്ചിട്ടോ ഒക്കെ വെക്കാനും നല്ല ഭംഗിയുള്ളതാണ്. നല്ല വുഡനാണ്. പിന്നെ ഇതിനകത്തൊക്കെ പൂപ്പൽ വരുമോ എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെച്ചിരുന്നാൽ മതി കേട്ടോ. നേരത്തെ കാണിച്ച സ്പാച്ചുല സെറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അതങ്ങ് മാറിക്കിട്ടും കേട്ടോ. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു കട്ടിംഗ് ടേബിളാണ്. നല്ലൊരു കട്ടിംഗ് ടേബിളാണ്. ഇത് സംഭവം തടിയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്, പക്ഷേ പ്ലൈവുഡാണ് കേട്ടോ. എങ്കിലും നല്ലൊരു കട്ടിംഗ് ടേബിളാണ്. നമുക്ക് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാടിട്ടങ്ങ് വെയിറ്റിൽ മുറിക്കാനൊന്നും പറ്റത്തില്ല, എങ്കിലും നമ്മുടെ ഡെയിലി യൂസിന് പറ്റിയ നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ല യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കട്ടിംഗ് ടേബിളാണ്. നേരത്തെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു, അത് മാറ്റിയിട്ടാണ് ഞാനിപ്പം ഇതെടുത്തത്. നല്ലതാണ് കേട്ടോ. പിന്നെ അടുത്ത് നോക്കിക്കേ, ഇതൊരു സ്പാച്ചുല ഹോൾഡറാണ് കേട്ടോ. വളരെ സൂപ്പറായിട്ടുള്ളൊരു സ്പാച്ചുല ഹോൾഡറാണ്. അതിൻ്റെ കളർ തന്നെ കണ്ടില്ലേ, വൈറ്റും പീച്ചും നല്ല ലുക്കാണ് കേട്ടോ. കിച്ചണിന് ഒരു കംപ്ലീറ്റ് ലുക്ക് നൽകാനായിട്ട് ഈ സ്പാച്ചുല ഹോൾഡർ നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ കത്തി, നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ ലൈറ്റർ ഉണ്ടല്ലോ, അത് നേരത്തെ കാണിച്ച സ്പാച്ചില ഉണ്ടല്ലോ വുഡൻ, അപ്പോൾ
അതൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു സ്പാച്ചില ഹോൾഡർ യൂസ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് കിച്ചണിൽ ഒരെണ്ണത്തിനകത്ത് ആ സെൻറ്ററിൽ വരുന്നതിനകത്ത് കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ കിച്ചണിൽ നല്ലൊരു ലുക്കായിരിക്കും കേട്ടോ. എന്തായാലും സംഭവം പൊളിയാണ്. നല്ലൊരു പ്ലാസ്റ്റിക്കാണ്, അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവുകയോ ചിത്തിയാവുന്നൊന്നും ചെയ്യത്തില്ല. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത്. ഇതിൽ വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇത്രയൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ ഇത്രയും നല്ലതായിരിക്കും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലേ. അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ കോഡ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേരെ, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.